നമ്മൾ യേശുവിൻ്റെ കുരിശിൽ യേശു കുരിശിൽ കിടന്ന് ഉരുവിട്ട വചനങ്ങൾ, ആ വചനങ്ങളുടെ അഭിഷേകം സ്വീകരിക്കുന്ന മണിക്കൂറാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 46 വചനം. ഏകദേശം 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലമാ സബ്താനി, അതായത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. അപ്പോൾ ഈശോ അതിനു മുമ്പ് ഒരു പ്രവചനത്തിൽ പറയുന്നുണ്ട്, ആർക്കും വേല ചെയ്യാൻ പറ്റാത്ത രാത്രി വരുന്നു, ആർക്കും വേല ചെയ്യാൻ പറ്റാത്ത രാത്രി വരുന്നു. പ്രിയപ്പെട്ടവരെ, ഏകദേശം 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ മറന്നു കളഞ്ഞു, നീ എന്നെ ഉപേക്ഷിച്ചു. നമ്മൾ ഓർക്കുക, ഇത് കേൾക്കുമ്പോൾ അടുത്ത് നിന്നവർ ചിലർ ഇത് കേട്ട് പറഞ്ഞു, അവൻ ഏലിയായെ വിളിക്കുന്നു, അവൻ ദൈവത്തെ വിളിക്കുന്നു. ഉടനെ ഒരാൾ ചോദിച്ചു, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഒരാൾ പറയുകയാണ്, അവൻ ദൈവത്തെ, അവൻ ഏലിയായെ വിളിക്കുന്നു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, തിരുവചനം, ഈശോ പ്രാർത്ഥിക്കുന്നു. ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. മാനുഷിക ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ചോദ്യം, ആ ചോദ്യമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 22 ആദ്യത്തെ വചനമാണ് യേശു അവിടെ ഉരുവിടുന്നത്. സങ്കീർത്തനം 22 ആദ്യത്തെ വചനം ഇതാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്. എൻ്റെ ദൈവമേ, പകൽ മുഴുവനും ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു, അവർ അങ്ങയിൽ ശരണം വെച്ചു, അങ്ങ് അവരെ മോചിപ്പിച്ചു. അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. അങ്ങയെ അവർ ആശ്രയിച്ചു, അവർ ഭഗ്നാശരായില്ല. അപ്പോൾ നമ്മൾ ഓർക്കുക, സങ്കീർത്തനം 22 ആദ്യത്തെ വചനമാണ് ഈശോ ഉരുവിടുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, സങ്കീർത്തകൻ ഈ വചനം ഉരുവിടുമ്പോൾ സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ ഇതുപോലുള്ള സമയങ്ങളിൽ, ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ വിളിച്ചു, പക്ഷേ അങ്ങ് അത് കേട്ടു. എന്നാൽ ഞാനിപ്പോൾ വിളിക്കുന്നു, അത് കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഒരു ദൈവത്തെ കാണുകയാണ്, ദൈവത്തെ കാണുന്നു. എന്താണ് ദൈവത്തിൻ്റെ പ്രത്യേകത? പഴയ നിയമത്തിൽ ഇതാ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രവർത്തിക്കുന്നൊരു ദൈവം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രവർത്തിക്കുന്നൊരു ദൈവം. ആ ദൈവത്തെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്തത്. ഇതാ ചെങ്കടലിൻ്റെ മുമ്പിൽ ദൈവത്തെ വിളിക്കുമ്പോൾ ചെങ്കടലിലൂടെ വഴിവെട്ടുന്ന ദൈവം, വിശപ്പിൽ ദൈവത്തെ വിളിക്കുമ്പോൾ മന്ന കൊടുക്കുന്ന ദൈവം, കൂരിരുട്ടിൽ ദൈവത്തെ വിളിക്കുമ്പോൾ ദീപസ്തംഭമാകുന്ന ദൈവം, പൊരിവെയിലത്ത് ദൈവത്തെ വിളിക്കുമ്പോൾ തണലേകുന്ന ദൈവം. ഇങ്ങനെ ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ വിളിച്ചു, അങ്ങ് അവർക്ക് അഭയം നൽകി, അങ്ങ് അവർക്ക് വഴി കാണിച്ചു. രാത്രി മുഴുവനും വിളിക്കുന്നു. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, അവർ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ വിളിച്ചു, അങ്ങത് കേട്ടു.
ഇപ്പോൾ രാത്രിയും പകലും വിളിക്കുന്നു, ഞങ്ങൾക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമം പരിചയപ്പെടുത്തുകയാണ്. ഇതാ നമ്മൾ ഓർക്കേണ്ട കാര്യം, പുതിയ നിയമം പരിചയപ്പെടുത്തുന്നത് ചിലപ്പോൾ നമ്മളുടെ സ്വരത്തിന് ഉത്തരം കിട്ടാത്ത നിമിഷങ്ങളുണ്ടാകും. നമ്മുടെ നിലവിളിക്കും പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഇതാ ദൈവത്തെ വിളിക്കുമ്പോൾ പ്രവർത്തിക്കുന്നൊരു ദൈവത്തെ. എന്നാൽ പുതിയ നിയമത്തിൽ പുത്രൻ കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോഴും ഉത്തരം കൊടുക്കാത്തൊരു ദൈവം. അപ്പം നമ്മൾ ഓർക്കുക, ദൈവം ഉത്തരം കൊടുക്കുന്നില്ല എന്നതിനർത്ഥം പ്രിയപ്പെട്ടവരെ ദൈവം കാണുന്നില്ല എന്നതല്ല. ഒരു പക്ഷേ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മളെല്ലാവരും ഓർക്കുക, ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ വിളിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കുന്നൊരു ദൈവത്തെയാണ്, അല്ലേ? ഇന്ന് നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് ഏത് ദൈവത്തെയാണ്? ഇന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഓടുന്നത് മുഴുവനും എവിടെ ഇത് പ്രവർത്തിക്കുന്നത് കാണുന്നു? അതാണ് ദൈവം. നമ്മുടെ ദൈവം എന്ന് പറയുന്നത്, ഞാൻ കടല് വിഭജിക്കാൻ പറയുമ്പോൾ കടൽ വിഭജിക്കുന്ന, ഞാൻ മഞ്ഞ തരാൻ പറയുമ്പോൾ മഞ്ഞ തരുന്ന, ഞാൻ പാറയിൽ അടിക്കുമ്പോൾ വെള്ളം വരുന്ന, നമ്മൾ അന്വേഷിക്കുന്നത് മുഴുവനും ഈ സമൃദ്ധിയുടെ ദൈവത്തെയാണ്. നമ്മളൊരു പ്രശ്നത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഉത്തരം കിട്ടുന്നു. ആ ദൈവത്തെ അന്വേഷിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം പറയുകയാണ്, ഇതാ പുത്രൻ കുരിശിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ പോലും മിണ്ടാത്തൊരു ദൈവം നമ്മുടെ ജീവിതത്തിൽ നിശബ്ദനാകുന്നു. അതിനർത്ഥം ദൈവം ഉപേക്ഷിച്ചു എന്നല്ല. ദൈവം നിശബ്ദനാകുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം ഉപേക്ഷിച്ചു എന്നല്ല. ഇത് പഠിക്കണം. അത് പഠിച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ ഓട്ടങ്ങൾക്കും കാരണം. ഇന്ന് ഓടുകയാണ്, അവിടെ ഇന്നത് കേൾക്കുന്നു, അവിടെ ഇന്നത് പ്രവർത്തിക്കുന്നു, അവിടെ ഇന്ന കാര്യം കാണുന്നു, ഇങ്ങനെ ഓടുകയാണ്. എന്നാൽ നമ്മൾ ദൈവത്തെ വിളിക്കുന്നുണ്ടോ? ഓടുകയാണ് നമ്മൾ. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വന്നിരിക്കുന്ന വലിയൊരു അപകടം എന്നത്, പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് എവിടെ സഹനം പ്രശ്നം മാറുന്നുവോ അവിടെയാണ് രക്ഷ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇത് ആത്മീയ ജീവിതത്തിലെ വലിയൊരു അപകടമാണ്. നമുക്കറിയാം, എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ, ഇപ്പം അമ്മ ത്രേസ്യയുടെ ജീവിതം, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതം, മദർ ത്രേസ്യയുടെ ജീവിതം ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ആത്മീയ അന്ധകാരം, ഇരുണ്ട രാത്രികൾ ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അത് ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇരുണ്ട രാത്രി. അപ്പോൾ വചനം പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും, ആ സമയം മുഴുവനും അന്ധകാരമായിരുന്നു. ഈ രാത്രി നമ്മുടെ ജീവിതത്തിലുണ്ട്. രാത്രി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. ആ സമയം മുഴുവനും അന്ധകാരമായിരുന്നു. നമ്മൾ വിശുദ്ധരുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നൊരു കാര്യമാണ്. മദർ തെരേസയൊക്കെ എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് പോലും, ദൈവമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടായിരുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ദൈവത്തിന് പൂർണ്ണമായിട്ട് എന്നെ സമർപ്പിച്ചിട്ട്, എനിക്ക് എൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് കൊടുത്തിട്ട് ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ ദൈവമില്ലേ, ദൈവം ഉണ്ടോ, അല്ലെങ്കിൽ ദൈവം പോലും കൈവിട്ടോ? ഈ ചോദ്യം, ഇത് പ്രിയപ്പെട്ടവരെ, അതാണ് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മീയ പിതാക്കന്മാർ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, അങ്ങനൊരു ആത്മീയതയുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്ക്, എൻ്റെ നിലവിളിക്ക്, എൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം കിട്ടാത്ത, ഞാൻ ദൈവത്തിൻ്റെ വഴിയെ നടന്നിട്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചിട്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിച്ചിട്ട് ഇന്ന് ഞാൻ നിലവിളിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനർത്ഥം നമ്മുടെ പ്രാർത്ഥന, ഒരു പക്ഷേ ഞാൻ ഇത്രയും നാൾ വിശുദ്ധിയോടെ ജീവിച്ചു, ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചു, ഇന്ന് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, അതിനർത്ഥം ദൈവം നിന്നെ ഉപേക്ഷിച്ചു എന്നല്ല. ഇന്ന് നമ്മളോട് പ്രാർത്ഥന കേട്ടില്ല എങ്കിൽ
പ്രാർത്ഥന കേട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടന്നില്ല എങ്കിൽ, ഉടനെ ഇന്ന് നമ്മളെ ചുറ്റി വലയുന്ന ഒരു ആത്മീയ അപകടം എന്ന് പറയുന്നത് ദൈവം നിന്നെ കാണുന്നില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു ആത്മീയത ഇന്ന് പ്രിയപ്പെട്ടവരെ ചുറ്റിലും വളർന്നു വരുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാകില്ല ഒരിക്കലും എന്താണ് രക്ഷാകര സഹനമെന്ന്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നു, ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നു, ഞാൻ പറയുമ്പോൾ ദൈവം ഇറക്കുന്നു. ഈ ദൈവത്തെ പഴയ നിയമം പരിചയപ്പെടുത്തുന്നു. എന്നാൽ അതല്ല പുതിയ നിയമം പരിചയപ്പെടുത്തുന്ന ദൈവം. ദൈവം നിശബ്ദനാകുന്ന സന്ദർഭമുണ്ട്. ദൈവം ജീവിതത്തിൽ നിശബ്ദനാകുന്ന സന്ദർഭം. ഈ സന്ദർഭത്തിൽ ഞാൻ എന്തു ചെയ്യണം? അതാണ് നമ്മൾ കാണുന്നത്. ദൈവം നിശബ്ദനാകുന്ന ജീവിതത്തിൽ, ദൈവം സൈലൻ്റ് ആകുന്ന ജീവിതത്തിൽ, നമ്മൾ ദൈവത്തെ ചേർത്ത് പിടിച്ചിട്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നിട്ട് ദൈവം ജീവിതത്തിൽ സൈലൻ്റ് ആകുന്ന അനുഭവം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരുന്നൊരു അനുഭവമാണ്. നമ്മുടെ ഉള്ളിൽ ഇത് വരുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അറിയാതെയെങ്കിലും, പുറമേ വന്നില്ല എങ്കിലും നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്താ ദൈവമേ എന്നെ ഉപേക്ഷിച്ചത്? എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്താ എന്നെ കൈവിട്ടത്? എന്തേ എൻ്റെ ജീവിതം ഇങ്ങനെയായി? ഇങ്ങനെ എത്രയോ ഉള്ളിൽ പരിഭവിക്കുന്നവരാ നമ്മൾ. എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി? ഞാൻ നിൻ്റെ വഴിയെ നടന്നിട്ട്, നീ എനിക്ക് വിലപ്പെട്ടവനാണെന്ന് നീ എന്നോട് പറഞ്ഞിട്ട്, നിൻ്റെ കുടുംബം എൻ്റേതാണെന്ന് നീ പറഞ്ഞിട്ട്, എന്താ ദൈവമേ എൻ്റെ ജീവിതം ഇങ്ങനെയായതെന്ന് സ്വകാര്യതയിലെങ്കിലും ചോദിക്കാത്ത ആരാ നമ്മളിലുള്ളത്? എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന വാക്ക് അതേ രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജീവിതത്തിൽ ഉരുവിടാത്തവരായിട്ട് ആരാ നമ്മളിലുള്ളത്? പ്രിയപ്പെട്ടവരെ, ഈശോ ആ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈശോ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈശോയുടെ തോന്നൽ എന്താ? ദൈവമേ എന്നെ ഉപേക്ഷിച്ചോ? ദൈവമേ എന്നെ കൈവിട്ടോ? ഈ തോന്നൽ വരുമ്പോഴും തുടക്കം എന്താണ്? സങ്കീർത്തനത്തിൻ്റെ തുടക്കം എന്താണ്? എൻ്റെ ദൈവമേ ആദ്യം പറയുന്ന വചനം ഏലി ഏലി ലമാ സബ്താനി, എൻ്റെ ദൈവമേ ഏലി ഏലി എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ. ഇതാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇതാണ് യേശു ചങ്കിൻ്റെ അകത്ത് പറയുന്നത്. ഇതാണ് യേശു പറയുന്നത്. എന്നെ ദൈവം ഉപേക്ഷിച്ചുവെന്ന് തോന്നുമ്പോഴും, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് തോന്നുമ്പോഴും, ദൈവം എന്നെ കൈവിട്ടു എന്ന് തോന്നുമ്പോഴും ഞാൻ പറയുന്നു, സ്റ്റിൽ ഹീ ഈസ് മൈ ഗോഡ്. ദൈവം എന്നെ കേൾക്കാതെ വരുമ്പോഴും, ദൈവം എന്നെ ഉപേക്ഷിച്ചുവെന്ന് എനിക്ക് തോന്നുമ്പോഴും, അപ്പോഴും ദൈവം എൻ്റേതാണ്. അപ്പോഴും വിളി എൻ്റെ ദൈവമേ എന്നാണ്. എൻ്റെ ദൈവം, ഹീസ് മൈ ഗോഡ്, എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ അഭിഷേകം കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് എൻ്റെ ദൈവം. ഏത് പ്രതിസന്ധിയിൽ, ശരിയാണ്, ഞാൻ ചിന്തിക്കുന്നത് പോലെ ഒന്നും എൻ്റെ ജീവിതം പോകുന്നില്ല. ഞാൻ അങ്ങേയറ്റം വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ജീവിതത്തെ ചുറ്റി ഒരുപാട് സഹനങ്ങൾ. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? വളരെ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ്. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? പ്രിയപ്പെട്ടവരെ, അപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഹീ ഈസ് മൈ ഗോഡ്. എൻ്റെ ദൈവമാണ്. എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമ്പോഴോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാതിരിക്കുമ്പോഴോ, എൻ്റെ ജീവിതത്തോട് മിണ്ടാതിരിക്കുമ്പോഴും ദൈവം എൻ്റേതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ദൈവം നിശബ്ദനാകുന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ? നമ്മളും ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നില്ലേ? ഒന്ന് ദൈവം മിണ്ടിയിരുന്നുവെങ്കിൽ, എന്താണ് ദൈവഹിതമെന്നൊന്ന് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ, എന്താണ് ഇതിനപ്പുറത്ത് ദൈവത്തിൻ്റെ പദ്ധതി എന്നൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നിശബ്ദനാകുന്നൊരു ദൈവമുണ്ട്. നിശബ്ദനാകുന്നു എന്നതിനർത്ഥം ഉപേക്ഷിച്ചു എന്നല്ല. നിശബ്ദനാകുന്നു എന്നതിനർത്ഥം ഉപേക്ഷിച്ചു എന്നല്ല. ഉത്തരം കിട്ടുന്നില്ല എന്നതിനർത്ഥം അതിനപ്പുറത്ത് ദൈവിക പദ്ധതി ഇല്ല എന്നല്ല. നമുക്കറിയാം, ലാസർ
ലാസർ രോഗിയായിരുന്നപ്പോൾ ആ സഹോദരിമാർ യേശുവിൻ്റെ അടുത്തേക്ക് ആളയച്ചു. അവർ പറഞ്ഞു, നീ സ്നേഹിക്കുന്നവൻ രോഗിയാണ്, നീ സ്നേഹിക്കുന്നവൻ രോഗിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈശോ വരുന്നത് ലാസർ മരിച്ച് 3-4 ദിവസം കഴിഞ്ഞാണ്. അങ്ങനെ ഒരു ദൈവമുണ്ട്. അവർ പ്രതീക്ഷിച്ചൊരു സമയമുണ്ടല്ലോ അല്ലേ? അവർ യേശു ഇടപെടണമെന്ന് പ്രതീക്ഷിച്ചൊരു സമയം എപ്പോഴായിരിക്കും? ആ സഹോദരിമാർ യേശുവിൻ്റെ അടുത്തേക്ക് ആളയച്ചു പറഞ്ഞു, നീ സ്നേഹിക്കുന്നവൻ രോഗിയാണ്. അവർ പ്രതീക്ഷിക്കുന്നൊരു ഉത്തരവുണ്ട്, അവർ പ്രതീക്ഷിക്കുന്നൊരു ആൻസറുണ്ട്. തീർച്ചയായിട്ടും യേശുവിൻ്റെ അടുത്തേക്ക് ആളയക്കുമ്പോൾ, യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആൻസറുണ്ട്. ആർക്കതില്ലാത്തത്? നമ്മളൊരു കാര്യത്തിന് വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരവില്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ഉത്തരമാണോ? നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് ലാസർ രോഗിയാകുന്നു. ലാസർ രോഗിയാകുമ്പോൾ ഈ സഹോദരിമാർ യേശുവിനെ അറിയാം, യേശുവിൽ അങ്ങേയറ്റം വിശ്വാസമുള്ള, യേശുവിനെ സ്നേഹിക്കുന്ന, യേശു അവരുടെ കുടുംബത്തിൻ്റെ ഭാഗം പോലുമാണ്. അപ്പോൾ ഈ യേശുവിൻ്റെ അടുത്തേക്ക് ആളയക്കുകയാണ്. യേശു അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. യേശു ഒന്നും മിണ്ടുന്നില്ല. യേശു പറയുന്ന ഒരു കാര്യം, ഈ രോഗം ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഇത് യേശു പറയുന്നത് എന്താ? യേശു കുരിശിൽ കിടന്ന് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിലവിളിക്കുക. പക്ഷേ ഈ കുരിശിൻ്റെ അവസാനം മരണമല്ല. കണ്ടോ? ആ സഹോദരിമാർ പ്രതീക്ഷിച്ചൊരു ഉത്തരം എന്താണ്? ആ രോഗാവസ്ഥയിൽ യേശു ഇടപെടണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ഉത്തരങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ, നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഉത്തരം. ഒരു രോഗം വന്നു, നമ്മൾ രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൻസർ എന്താണ്? ആ രോഗത്തിന് കൃത്യമായൊരു മരുന്ന്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൻസർ. അതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന പരിഹാര മാർഗവും, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന പരിഹാര മാർഗം അതാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാര മാർഗമുണ്ട്. ഈ പരിഹാര മാർഗം നിശ്ചയിച്ചിട്ട് തന്നെയാണ് ഞാൻ യേശുവിൻ്റെ അടുത്ത് വരുന്നത്. ഫിക്സഡായിട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതാൻ പോകുന്നു, ഈ പരീക്ഷ ജയിക്കണം. ഈ പരിഹാര മാർഗം നിശ്ചയിച്ച് ഞാൻ, എൻ്റെ ഈ പ്രശ്നമുണ്ട്, ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഇതാണ്, ഈ പ്രശ്നത്തിൻ്റെ ഈ പരിഹാരം നടക്കണം. ഞാൻ ഒരു പ്രശ്നത്തിൽ ഉത്തരം കണ്ടെത്തിയിട്ട് ഞാൻ യേശുവിൻ്റെ അടുത്തെത്തിയിട്ട് പറയുക, ഇത് നടത്തി തരിക. ഇതാണ് നമ്മുടെ ആത്മീയത. ഇതാണ് അപകടം. ലാസറിൻ്റെ സഹോദരിമാർ ലാസർ രോഗിയായി കാണുമ്പോൾ അവരൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പോൾ തങ്ങളുടെ സഹോദരന് വേണ്ടത് സൗഖ്യമാണ്. യേശുവിൻ്റെ അടുത്തേക്ക് ആളയച്ചു. പക്ഷേ യേശു അവിടെ സൈലൻ്റ് ആകുന്നു. യേശു വരുന്നില്ല. രോഗം മരണത്തിലെത്തുന്നു. എന്നാൽ മരണമല്ല അവസാനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു ഉത്തരം നമുക്ക് കിട്ടുന്നില്ല എന്നതിനർത്ഥം ദൈവം നമ്മളെ കൈവിട്ടു എന്നല്ല, ദൈവത്തിന് ശ്രദ്ധയില്ല എന്നല്ല, ദൈവം കാണുന്നില്ല എന്നതല്ല. വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യം പിതാവ് അറിയുന്നു. അതിനാൽ ആത്മീയ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് പരിശുദ്ധാത്മാവിന് ഉത്തരം നൽകുകയാണ്. എന്താണ് ആ പ്രതിസന്ധി?
നമ്മൾ ദൈവ വഴിയിലൂടെ നടന്നിട്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ചിട്ട് ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തിട്ട് ശ്വാസത്തിലും ഭക്ഷണത്തിലും വെള്ളത്തിലും എല്ലാം ദൈവമേ എന്ന് വിളിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, ദൈവം എന്തുകൊണ്ട് നിശബ്ദനാകുന്നു? ദൈവം എന്തുകൊണ്ട് നിശബ്ദനാകുന്നു? നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ദൈവം എന്തേ നിശബ്ദനാകുന്നു? നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ചുറ്റും അന്ധകാരമാണ്. അപ്പോൾ ദൈവം നിശബ്ദനാകുന്ന അനുഭവം ജീവിതത്തിൽ വരുന്നു. ഈ അനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ, പ്രിയപ്പെട്ടവരെ, ദൈവകരത്തിൽ തന്നെ നമ്മളെ കൊടുക്കുക. അവിടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം ഇതാണ്, നമ്മളപ്പോഴും ഹോൾഡ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഓർക്കുക, സഹനം പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ്. നീ എന്തിനാ സഹിക്കുന്നത്? നീ എന്ത് ചെയ്തിട്ടാണ് സഹിക്കുന്നത്? നീ ഇത്രയൊക്കെ വിശുദ്ധിയോടെ ജീവിച്ചിട്ട്, ഇത്രയൊക്കെ ദൈവകൽപ്പന അനുസരിച്ചിട്ട് നീ എന്തിനാ? അവിടെ കുരിശിൻ്റെ ആ സന്ദർഭത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമില്ലേ? ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു ചോദ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 27:46 മുതൽ നമ്മളിപ്പോൾ വായിച്ച വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ചോദ്യമുണ്ട്. ഉടനെ അവരൊരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവനെ കുടിക്കാൻ കൊടുത്തു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, നിൽക്കൂ, ഏലിയ വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് കാണട്ടെ. പ്രിയപ്പെട്ടവരെ, അവരുടെ ചോദ്യം എന്താ? ഇവൻ നാഴികയ്ക്ക് 40 വട്ടം ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് നടന്നതാണല്ലോ. ഇവൻ പറഞ്ഞതാണല്ലോ ദൈവം എൻ്റെ പിതാവാണെന്ന്. ദൈവം സഹായിക്കുമോ എന്ന് നോക്കട്ടെ, ദൈവം ഉത്തരം നൽകുമോ എന്ന് നോക്കട്ടെ. ദൈവം നിനക്ക് ഉത്തരം നൽകുന്നുണ്ടോ? ദൈവം നിന്നെ സഹായിക്കുന്നുണ്ടോ? ദൈവം നിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടോ? ഇത്, പ്രിയപ്പെട്ടവരെ, പിശാച് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ദൈവം നിനക്ക് ഉത്തരം തരുന്നുണ്ടോ? ദൈവം നിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടോ? ദൈവം നിന്നെ ഈ സഹനം കാണുന്നുണ്ടോ? നമ്മുടെ അനേകം പേരുടെ ജീവിതത്തിൽ പിശാച് ഉപയോഗിക്കുന്നൊരു ആയുധം അത്. നീ നാഴികയ്ക്ക് 40 വട്ടം ദൈവമേ എന്ന് വിളിച്ചിട്ട്, നീ ദൈവത്തോട് ചേർന്ന് നടന്നിട്ട്, നീ ദൈവത്തെ മാത്രം ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തിട്ട്, നീ എപ്പോഴും ദൈവഹിതം അന്വേഷിച്ചിട്ട്, ഇപ്പോൾ ദൈവം നിന്നെ സഹായിക്കാനുണ്ടോ? ഇപ്പോൾ ദൈവം നിൻ്റെ പ്രശ്നം കാണാനുണ്ടോ? ഇപ്പോൾ ദൈവം നിനക്ക് ഉത്തരം നൽകുന്നുണ്ടോ? ഈ ചോദ്യം, പ്രിയപ്പെട്ടവരെ, പിശാച് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിനാൽ ഈശോ പ്രാർത്ഥിച്ചതാണ് നമ്മളുടെയും പ്രാർത്ഥന. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. പ്രിയപ്പെട്ടവരെ, ദൈവം ഉപേക്ഷിച്ചുവെന്ന് തോന്നുമ്പോഴും, ദൈവം മിണ്ടുന്നില്ല എന്ന് തോന്നുമ്പോഴും, ദൈവം ജീവിതത്തിൽ നിശബ്ദനാണെന്ന് തോന്നുമ്പോഴും നമ്മൾ ഏറ്റുപറയണം, ദൈവമേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീയാണ് എൻ്റെ ദൈവം, വേറെ ഒന്നും എൻ്റെ ദൈവമല്ല. നീയാണ് എൻ്റെ ദൈവം, ഞാൻ നിൻ്റേതാണ്. എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന കാര്യം, ദൈവമേ, ഞാൻ നിൻ്റേതാണ്. എൻ്റേതാണെന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അറിയാതെ വരുന്നുണ്ട്, ഞാൻ നിൻ്റേതാണ്. കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഇതാ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഞാൻ എൻ്റെ പിതാവിൻ്റേതാണ്, ഞാൻ യേശുവിൻ്റേതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതുമാത്രമല്ല അർത്ഥം. യേശുവിൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്ന അർത്ഥം, ഇവൻ എൻ്റെ മകനാണ്, എൻ്റേതാണ്. ഞാൻ ദൈവത്തെ, യേശുവിനെ എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ യേശുവിൻ്റേതായിട്ട് കൂടി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഉപേക്ഷിച്ചുവെന്ന് തോന്നുമ്പോഴും, ദൈവം മിണ്ടുന്നില്ല എന്ന് തോന്നുമ്പോഴും, എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ, എൻ്റെ ഈശോയെ എന്ന് വിളിക്കുവാൻ, യേശു എൻ്റേതാണെന്ന് പറയുവാൻ, അതുവഴി ഞാൻ യേശുവിൻ്റേതായിട്ട് മാറുന്ന അഭിഷേകം എൻ്റെ ജീവിതത്തിൽ വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനം 22 തന്നെ 22-ന്റെ 19-ാമത്തെ വചനം. 22-ന്റെ 19-ാമത്തെ വചനം നമുക്കറിയാം. 22-ാമത്തെ സങ്കീർത്തനം അവസാനിക്കുന്നത് വലിയൊരു മഹത്വത്തിലേക്കാണ്. അതിനാൽ 22-19-ാമത്തെ വചനം, ആ വചനം ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ, എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. ഏറ്റവും മനോഹരമായൊരു സങ്കീർത്തനം. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ, എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. ഈ പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒരു പക്ഷെ നമ്മൾ വേദനയിലാണ്, ദുഃഖത്തിലാണ്. ഈ വചനം നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 22-ന്റെ 19. കർത്താവേ,
അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരയണമേ. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഈശോയെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ. നിലവിലും കനവിലുമാ നിറയുന്നൊരെൻ ദൈവമേ. എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിന്നാദമാക്കിടൂ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥാ. കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇരുൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ നാഥാ. കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇടനെഞ്ചിൽ മുറിവോടെ അണയുന്നു നീ, എന്നെ നിന്മാറോടു ചേർത്തിടുവാ. ആ നെഞ്ചിൻ്റെ ചൂടേറ്റുറങ്ങട്ടെ ഞാൻ, അതുമാത്രമാണെൻ്റെ ആനന്ദമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 27:46. ഈശോ കുരിശിൽ കിടന്ന് നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു?
എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? സങ്കീർത്തനം 22 ആദ്യത്തെ വചനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധരാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു, അവർ അങ്ങയിൽ ശരണം വെച്ചു, അങ്ങ് അവരെ മോചിപ്പിച്ചു. ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങെന്നെ ഉപേക്ഷിച്ചു? പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ പ്രാർത്ഥിച്ചത് ഗെത്സമനിയിലും. പിതാവേ, കഴിയുമെങ്കിൽ ആ മണിക്കൂർ മാറ്റിത്തരണേ. ഈശോയ്ക്കറിയാം, ഈ ലോകത്തിൻ്റെ പാപം മുഴുവനും തന്നിലേക്ക് വരുമ്പോൾ, താൻ ലോകപാപത്തിന് പരിഹാരമായി താൻ മാറുമ്പോൾ, പാപത്തിൽ നഷ്ടപ്പെടുന്ന ബന്ധം അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിച്ചത്, പിതാവേ, കഴിയുമെങ്കിൽ ആ മണിക്കൂർ മാറ്റിത്തരണേ, ആ മണിക്കൂർ എന്നിൽ നിന്ന് മാറ്റിത്തരണേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. കാരണം എപ്പോഴും ഈശോ പഠിപ്പിച്ചു, ഞാനും പിതാവും ഒന്നാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചതാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എൻ്റെ ഭക്ഷണം. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ശ്വാസത്തിലും പിതാവേ, പിതാവേ എന്ന് വിളിച്ച് നടന്നവൻ, ജീവിതത്തിൻ്റെ ഓരോ ശ്വാസത്തിലും എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചവൻ, പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ആരൊക്കെ എന്നെ വിട്ടുപോയാലും ഞാൻ തനിച്ചല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട് എന്ന് ഓരോ വട്ടവും അഭിമാനിച്ചവൻ, ഇപ്പോൾ പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അവിടെ നമ്മൾ കാണുന്നത് ലോകപാപത്തിൻ്റെ പരിഹാരമാണ്. പാപത്തിൽ നഷ്ടപ്പെടുന്നൊരു ബന്ധം, അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഈശോയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാതിരുന്ന ആ മണിക്കൂർ അതിപ്പോഴാണ്, അത് ഈ നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നമ്മുടെ ബന്ധം തകരുന്നതിനെ ഓർത്ത് നമ്മൾ വേദനിക്കുന്നുണ്ടോ? ദൈവത്തെ ഉപേക്ഷിച്ചതിനെ ഓർത്ത് പാപം ചെയ്ത് ലോകസുഖങ്ങൾ തേടി ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ വേദനിക്കുന്നുണ്ടോ? യേശുവിൻ്റെ ആ വേദനയിൽ നമ്മൾ അല്പമെങ്കിലും ഉരുകുന്നുണ്ടോ? ഇതാ, ലോകസുഖത്തിന് വേണ്ടി, അല്പനേര സന്തോഷത്തിന് വേണ്ടി, മൊമെൻ്ററി പ്ലഷറിന് വേണ്ടി, താൽക്കാലിക സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ, ഇതാ ഈ വചനം നമ്മളുടെ മനസ്സിലെത്തണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? നമ്മൾ ഇന്നലകളിൽ ദൈവത്തെ ഉപേക്ഷിച്ചതിന്, നമ്മൾ ഇന്നലകളിൽ പാപത്തിൻ്റെ സുഖം തേടി ദൈവത്തെ ഉപേക്ഷിച്ചതിന്, ഇതാ അവൻ പരിഹാരം ചെയ്യുകയാണ്. അതിനാൽ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയോട് ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. പാപം ചെയ്ത് അങ്ങയിൽ നകന്നു പോകുവാൻ ഞങ്ങൾ കാണിച്ച ദ്വര, അതിനേക്കാൾ 10 ഇരട്ടി സ്നേഹത്തോടെ ഞങ്ങൾ തിരിച്ചു വരുന്നു. കർത്താവേ, യേശു വഴി പിതാവേ ഞങ്ങൾ തിരിച്ചു വരുന്നു. യേശു വഴി പിതാവേ ഞങ്ങൾ തിരിച്ചു വരുന്നു അങ്ങയുടെ അടുത്തേക്ക്. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം. ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് കുരിശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങ് ഇങ്ങനെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പ്രിയപ്പെട്ടവരെ, ഇതാ സങ്കീർത്തകൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു, നീ അത് കേട്ടു. രാവും പകലും ഞാൻ നിലവിളിക്കുന്നു, നീ കേൾക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലും നമുക്കിത് തോന്നാറുണ്ട്. ദൈവത്തോട് ചേർന്ന് നടന്നിട്ട് എൻ്റെ പ്രതിസന്ധിയിൽ ദൈവം എന്നെ വിട്ടുകളഞ്ഞു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളുണ്ട്, ദൈവം സംസാരിക്കാത്ത നിമിഷങ്ങൾ,
ദൈവം ജീവിതത്തിൽ നിശബ്ദനാകുന്ന നിമിഷങ്ങൾ, ജീവിതത്തിൽ വലിയ ഞെരുക്കങ്ങളിലൂടെ, വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഒരുപാട് ഉള്ളു തകർന്ന് നമ്മൾ നിലവിളിക്കുമ്പോൾ, ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വൈ ഗോഡ് ഈസ് സോ സൈലൻറ്റ്? എന്താ ദൈവം ഇത്ര നിശബ്ദനാകുന്നത്? എന്താ ദൈവം ഒന്നും മിണ്ടാത്തത്? എന്താ ദൈവം പ്രവർത്തിക്കാത്തത്? ദൈവമേ, ജീവിതത്തിൻ്റെ മുകളിൽ നിശബ്ദനാകുന്നൊരു ദൈവത്തെ ഞങ്ങൾ കണ്ടുമുട്ടുന്നു. എൻ്റെ ദൈവമേ എന്ന് ചങ്ക് പൊട്ടി പുത്രൻ വിളിക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചറിയുന്നു, ദൈവം മിണ്ടുന്നില്ല എന്നതിനർത്ഥം, ദൈവം ഉത്തരം നൽകുന്നില്ല എന്നതിനർത്ഥം, ദൈവം നിശബ്ദനാകുന്നു എന്നതിനർത്ഥം ദൈവം ഉപേക്ഷിച്ചു എന്നല്ല, ദൈവം കൈവിട്ടു എന്നല്ല. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആരും കൂട്ടിനില്ലാതെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട നിമിഷങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം യേശുവിൻ്റെ വേദനയോട്, ഒരുപക്ഷെ ദൈവം പോലും എന്തേ ജീവിതത്തിൽ നിശബ്ദനാകുന്നു, ആ വേദനയോട് നമ്മുടെ എല്ലാ വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ആ വേദനയുടെ മധ്യത്തിലും ഞങ്ങൾ നിന്നെ ആരാധിച്ച് സ്തുതിക്കട്ടെ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ വെടിഞ്ഞു ദേവാ, എൻ മാനസം നീറുന്നു നാഥാ. നീ എന്നെ വെടിഞ്ഞു ദേവാ, എൻ മാനസം നീറുന്നു നാഥാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. നീ എന്നെ മറന്നു നാഥാ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് പ്രാർത്ഥിക്കുമ്പോഴും, ഉപേക്ഷിച്ചുവെന്ന് തോന്നുമ്പോഴും, നിന്റെ ദൈവം എവിടെയെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോഴും, യേശു അപ്പോഴും വിളിക്കുന്നത് എൻ്റെ ദൈവമേ എന്നാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും, ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴും, ദൈവമേ, അപ്പോഴും എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ, അപ്പോഴും ദൈവത്തെ എൻ്റെ ദൈവമായിട്ട് കാണുവാൻ, അപ്പോഴും എൻ്റെ ദൈവമേ എന്ന് ഹൃദയം തുറന്ന് വിളിക്കുവാൻ, അപ്പോഴും എൻ്റെ പിതാവേ എന്ന് ഹൃദയം തുറന്ന് വിളിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണേ. ജീവിതത്തിൽ ഉത്തരം കിട്ടാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ, ജീവിതത്തിൽ ഒരു തുരുത്തും കാണാതെ ഞങ്ങൾ അലയുമ്പോൾ, ജീവിതത്തിൽ അല്പം ആശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുമ്പോൾ, എല്ലാ പ്രതിസന്ധികൾക്ക് നടുവിലും എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ, എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ ഈശോയെ ഞങ്ങളെയും പഠിപ്പിക്കണേ. പ്രാർത്ഥനകളൊന്നും കേൾക്കപ്പെടാതെ പോകുമ്പോഴും, പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളൊന്നും ലഭിക്കാതെ പോകുമ്പോഴും, പ്രതീക്ഷിക്കുന്ന ആശ്വാസങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടാതെ പോകുമ്പോഴും, അപ്പോഴും എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ, അപ്പോഴും എൻ്റെ പിതാവേ എന്ന് വിളിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഈ അഭിഷേകം കടന്നു വരട്ടെ. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോഴെല്ലാം നമ്മിലേക്ക് നിറയുന്ന അഭിഷേകം എന്താണ്? എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ്, ഞാനും എൻ്റെ ദൈവത്തിൻ്റെതാണ്. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ
ദൈവം എൻ്റേതാണ് എന്നത് മാത്രമല്ല അർത്ഥം. ഞാൻ ഈ ദൈവത്തിൻ്റെതാണ്, ഞാൻ ഈ പിതാവിൻ്റെതാണ് എന്ന വലിയ അർത്ഥം കൂടി വെളിപ്പെടുന്നു. ഇതെൻ്റെ അപ്പനാണ് എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം വെളിപ്പെടുത്തുന്നു. ഞാൻ ആ അപ്പൻ്റെ മകനാണ്. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, ഇതെൻ്റെ ദൈവമാണെന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ഞാൻ ആ ദൈവത്തിൻ്റെതാണ്. ഈ അഭിഷേകം ഈശോയെ അനേകം വ്യക്തികളിലേക്ക് നിറയട്ടെ. പ്രത്യേകിച്ച് പല വേദനകളിലൂടെ കടന്നു പോകുന്നവർ, പല നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മനസ്സിൽ ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണത്തിൻ്റെ രുചിയില്ല, ദിവസവും എൻ്റെ തലയിണ നനയുന്നു, കണ്ണുനീര് വീർത്ത്, ഇങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ നിൽക്കുന്ന, ഒരുപാട് വേദനകൾ നിൽക്കുന്ന, എവിടുന്നും ഒരു ആശ്വാസവുമില്ലാതെ നിൽക്കുന്ന എല്ലാവരെയും ഈശോയെ ഇപ്പോൾ ആശ്വസിപ്പിക്കണമേ. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് വിളിക്കുവാൻ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ, ആ വിളിയോടുകൂടെ ഞാൻ ദൈവത്തിൻ്റെതാണെന്ന വലിയ സൗഖ്യം, വലിയ കൃപ എന്നിലേക്ക് നിറയുവാൻ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഈ അഭിഷേകം നിറയട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും, പ്രതീക്ഷിക്കുന്ന ഒരു ആൻസർ കിട്ടാതിരിക്കുമ്പോഴും, ഇതാ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് പ്രഖ്യാപിക്കുന്ന ആ അഭിഷേകം, ആ വലിയ ശക്തിയുടെ അഭിഷേകം ഈശോയെ നിമിഷം അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം വ്യക്തികളിലേക്ക് യേശുവെ ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഈ നിമിഷം ഈശോയെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുന്നുവോ, എവിടെയെല്ലാം നിന്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടേണ്ടതുണ്ടോ, അവിടെയെല്ലാം നിന്റെ സാന്നിധ്യം, നിന്റെ ശക്തി, നിന്റെ മഹത്വം ഇറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, അഭിഷേകം പകരൂ നീദാസനിൽ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, അഭിഷേകം പകരൂ ഈ ദാസനിൽ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, അഭിഷേകം പകരൂ ഈ ദാസനിൽ. ഒരു നിമിഷം പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനം 22:19 കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ, എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണേ. കർത്താവേ, അകന്നിരിക്കരുതേ, എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണേ. സങ്കീർത്തനം 22:19. കർത്താവെ, അങ്ങ് അകന്നിരിക്കരുതേ. നമ്മിൽ നിറയേണ്ട ഒരാഗ്രഹമാണത്. കർത്താവെ, ഒരിക്കലും എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ, ഒരിക്കലും എൻ്റെ കുടുംബത്തിൽ നിന്ന് അകന്നിരിക്കരുതേ, ഒരിക്കലും ഒരകലം ഉണ്ടാകല്ലേ. ഈ അകലമാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ഈ അകലമാണ് പിശാചിൻ്റെ ലക്ഷ്യം. ഈ അകലമാണ് ഏറ്റവും വലിയ വേദനയായി കാണേണ്ടത്. നമ്മൾ യേശുവിൽ നിന്ന് അകലുമ്പോൾ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ എന്തെല്ലാം നന്മകൾ നമുക്കുണ്ടോ അതെല്ലാം മാറാൻ തുടങ്ങും. എന്തെല്ലാം നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തോട് ചേർത്തോ അത് മാറാൻ തുടങ്ങും. നമുക്ക് ഈ മണിക്കൂറിൽ വേണ്ട തീവ്രമായ ആഗ്രഹം, ദൈവമേ, നീ എൻ്റെ കൂടെ വസിക്കണേ, നീ എന്നിൽ നിന്ന് അകന്നിരിക്കല്ലേ, നീ എന്നിൽ നിന്ന് അകന്നിരിക്കല്ലേ. ആഗ്രഹിക്കുക. ആ ശിഷ്യന്മാര് ഈശോയോട് അപേക്ഷിച്ചില്ലേ, ലോർഡ് സ്റ്റേ വിത്ത് അസ്. നാഥ, ഞങ്ങളുടെ കൂടെ വസിച്ചാലും. അതാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ അകന്നിരിക്കരുതേ. നാഥ, ഞങ്ങളുടെ കൂടെ വസിച്ചാലും. ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അതാകണം നമ്മുടെ പ്രാർത്ഥന, അതാകണം പ്രാർത്ഥന. കർത്താവേ, ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കല്ലേ. ഞങ്ങളുടെ സമർപ്പിത ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്ന്,
ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ നീ അകന്നു നിൽക്കല്ലേ. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഈ അഭിഷേകം വരട്ടെ, ഈ അഭിഷേകം വരട്ടെ. ഈശോ പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ടാകും, യുഗാന്ത്യം വരെ കൂടെ ഉണ്ടാകും എന്ന അഭിഷേകം യേശുവേ ഇപ്പോൾ അനേകം വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നകന്നിരിക്കരുതേ. കർത്താവെ, ഞങ്ങൾ നകന്നു നിൽക്കല്ലേ. ഈ വചനത്തിൻ്റെ അഭിഷേകം വരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ നകന്നു നിൽക്കല്ലേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നീ മാറി നിൽക്കല്ലേ, നീ അകന്നു നിൽക്കല്ലേ. ഈ അഭിഷേകം അനേകം ജീവിതങ്ങളിലേക്ക് ഈശോ ഒഴുക്കട്ടെ. ഈ അഭിഷേകം അനേകം കുടുംബങ്ങൾ നിറയട്ടെ. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളിലും വ്യക്തികളിലും ഈശോയുടെ വാഗ്ദാനം നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയുടെ വാഗ്ദാനം നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാഥാ, കൂടെ വസിക്കണമേ. നാഥാ, കൂടെ വസിക്കണമേ. നാഥാ, കൂടെ വസിക്കണമേ. നാഥാ, കൂടെ വസിക്കണമേ. കുരിശിന്റെ പാതയിൽ തളരാതെ നീങ്ങുവാൻ നാഥാ, കൂടെ വസിക്കണമേ. നാഥാ, കൂടെ വസിക്കണമേ. രണ്ടാമത്തെ വചനം, എൻ്റെ സഹായത്തിന് വേഗം വരണേ. ഈ നിമിഷം ദൈവം ഇടപെടേണ്ട മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നെ സഹായിക്കാൻ വേഗം വരണേ, എന്നെ സഹായിക്കണേ. ഈ അവസ്ഥയിൽ നമ്മുടെ അവസ്ഥ ദൈവത്തോട് പറ, നമ്മുടെ സാഹചര്യം ദൈവത്തോട് പറ. ദൈവമേ, ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കണേ, ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കണേ, ഈ രോഗത്തിൽ എന്നെ സഹായിക്കണേ, ഈ കഷ്ടപ്പാടിൽ എന്നെ സഹായിക്കണേ. ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല. യേശുവേ, നീ എന്നെ സഹായിക്കണേ. നമ്മുടെ ഏത് മേഖലയിലാണ് ഇപ്പോൾ ദൈവ സഹായം ഇറങ്ങേണ്ടത്, ആ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ മേഖലയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം. ഈശോയെ, ഇതാണ് ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ നീ സഹായിക്കേണ്ട, നീ അനുഗ്രഹിക്കേണ്ട മേഖല. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണേ. കർത്താവെ, എന്നെ സഹായിക്കണമേ. ഈ പ്രതിസന്ധിയിൽ, ഈ പ്രശ്നത്തിൽ എന്നെ സഹായിക്കണമേ. കർത്താവെ, ഈ പ്രതിസന്ധിയിൽ നീ ഇടപെടണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി സങ്കീർത്തനം 22:19 ആവർത്തിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ, മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ, മാറാനാഥ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സഹായിക്കാൻ വേഗം വരുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ 22:19.
കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ.